Yes. Yes. Okay, good. Then ഞാൻ ഒരുപാട് സംസാരിച്ച് നിങ്ങളെ വെയിറ്റ് ചെയ്യിപ്പിക്കുന്നില്ല. ഞങ്ങൾക്കറിയാം പ്രവീണ മാമിന്റെ സെഷനാണ്. ടോപ്പിക് എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. ഗ്രാറ്റിറ്റ്യൂഡ് എന്താന്നുള്ള എല്ലാവർക്കും അറിയാലോ. നമ്മുടെ ബി മാജിക്കിൽ അറിയാത്തവർ ആരും ഉണ്ടാവില്ല. അതുപോലെ തന്നെ വാഷിംഗ് മെഷീൻ എന്താന്നുള്ളതും അറിയാം. ഇത് രണ്ടും കൂടെ കൂടുമ്പോഴുള്ള ഒരു സംഭവം എന്താന്നുള്ളത് സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലായിട്ടില്ല. എന്തായാലും പ്രവീണ മാം തന്നെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരും. മാമിന്റെ ടോപ്പിക് വരുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് വാഷിംഗ് മെഷീൻ എന്നൊരു ടോപ്പിക്, നല്ലൊരു ടോപ്പിക് ആയിട്ടാണ് മാം വന്നിട്ടുള്ളത്. സോ ഇന്നത്തെ ഈ ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ പ്രവീണ മാമിനെ ഇൻവൈറ്റ് ചെയ്യാണ്. മാം പ്ലീസ് വെൽക്കം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ സെഷനിലേക്ക് കിടക്കാം. ഗുഡ് മോർണിംഗ് ഷില്ല മാം. ഓക്കെ, അപ്പോൾ വീഡിയോ ഓൺ ചെയ്യാൻ പറ്റുന്നവർക്ക് ഓൺ ചെയ്യാം, ആക്റ്റീവ് ആയിട്ട് ഇരിക്കുക. എന്തായാലും നമുക്ക് എന്താണ് ഇപ്പോ മൊഫീദ പറഞ്ഞതുപോലെ ഗ്രാറ്റിറ്റ്യൂഡ് അറിയാം, വാഷിംഗ് മെഷീനും അറിയാം. ഇത് രണ്ടിനും ലിങ്ക് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് നടക്കുന്നത്. ഒരു പക്ഷെ ഇത് തിരിച്ചറിയുമ്പോഴായിരിക്കും നമ്മുടെ വീടുകളിൽ നമ്മൾ അറിയപ്പെടാതെ കിടക്കുന്ന ചില കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങും. എന്തായാലും അതിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു കൊച്ചു ഇൻസിഡന്റ് ആണ്. അതിന് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ വാഷിംഗ് മെഷീനിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഇപ്പൊ ദേവകിയും ഉണ്ണിക്കുട്ടനും നല്ല മഴയും കണ്ടുകൊണ്ട് മുറ്റത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. വീടിന്റെ ഉമ്മർത്ത് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഉണ്ണിക്കുട്ടന് സ്കൂളില്ല. കാരണം കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നല്ല മഴയാണ്. മഴയുടെ ഇടയ്ക്ക് വെയിലൊക്കെ ഉണ്ട്, എന്നാലും നല്ല മഴയായതുകൊണ്ട് ഉണ്ണിക്കുട്ടന് സ്കൂളിൽ പോകാൻ കഴിയാത്തതുകൊണ്ട് ഉണ്ണിക്കുട്ടനും അവധി എടുത്തിരിക്കുകയാണ്. വഴി നിറയെ വെള്ളമാണ്. അപ്പൊ ഉണ്ണിക്കുട്ടൻ അവിടെ ഇരിക്കുമ്പോൾ ഭയങ്കര ബോറടി തോന്നിയപ്പോഴാണ് ദേവകി ഒരു കഥ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ കഥയില് മറ്റൊരു ഉണ്ണിക്കുട്ടന്റെ കഥയാണ് ദേവകി പറഞ്ഞു കൊടുക്കുന്നത്. ഉണ്ണിക്കുട്ടന്റെ ഈ കഥയിലെ ഉണ്ണിക്കുട്ടന് അത് ഉണ്ണിക്കുട്ടനെ തന്നെ ചേർത്ത് പിടിച്ച്, അല്ലെങ്കിൽ ഉണ്ണിക്കുട്ടന്റെ അതേ പേര് വെച്ചിട്ടാണ് ദേവകി തന്റെ കുഞ്ഞിനെ കഥ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ ദേവകി പറഞ്ഞു തുടങ്ങണം, ഉണ്ണിക്കുട്ടന് ഐസ്ക്രീം കഴിക്കാൻ വളരെ വളരെ കൊതി തോന്നുകയാണ്. അപ്പൊ ഉണ്ണിക്കുട്ടൻ കയ്യിലുള്ള 25 രൂപയുമായിട്ട് ഐസ്ക്രീം പാർലറിലേക്ക് ഓടിച്ചു. അവിടെ ചെന്ന് ഉണ്ണിക്കുട്ടന് ഏറ്റവും ഇഷ്ടമുള്ള ഈ ചോക്ലേറ്റ് ഫ്ലേവർ ആണ് ആവശ്യപ്പെടുന്നത്. അപ്പൊ അവരോട് ചോദിക്കും, ചോക്ലേറ്റ് ഫ്ലേവറിന് എന്താണ് വില? അപ്പൊ അവര് പറയും 25 രൂപ. അപ്പൊ ഉണ്ണിക്കുട്ടൻ ഒന്ന് സംശയിച്ചു നോക്കും, 25 രൂപ. അപ്പൊ അത് ഉണ്ണിക്കുട്ടന് പിന്നെ ചോദിക്കും, ഇത് അതിന്റെ ചെറുതുണ്ട്. അപ്പൊ അവര് 2 ബോട്ടിൽ എടുത്ത് കാണിച്ചിട്ട് ചോദിക്കും, ചെറിയ ബോട്ടിലിന് 20 രൂപയും വലിയ ബോട്ടിലിന് കുറച്ചും കൂടി വലിയ ബോട്ടിൽ 25 രൂപയുമാണ്. പിന്നെ ഉണ്ണിക്കുട്ടൻ സംശയിച്ച് ഇങ്ങനെ നിൽക്കും. അപ്പൊ ഉണ്ണിക്കുട്ടന് സംശയം തോന്നും. അപ്പൊ വീണ്ടും ഉണ്ണിക്കുട്ടനത് ചോദിക്കുമ്പോൾ ഈ ഐസ്ക്രീം പാർലറിലെ ലേഡിക്ക് ദേഷ്യം വരും. നിങ്ങൾക്ക് നല്ല തിരക്കാണ്, എനിക്ക് ഇതിനൊന്നും സമയമില്ല. കാരണം ഉണ്ണിക്കുട്ടന്റെ കയ്യിൽ പൈസ ഇല്ല, കുറവേ ഉള്ളൂ എന്ന് തോന്നിയത് കൊണ്ടാണ് അവരങ്ങനെ പറഞ്ഞത്. ഉണ്ണിക്കുട്ടൻ ഭയങ്കര ഒരു തീരുമാനമെടുത്തു, എന്തായാലും വേണ്ടില്ല, എനിക്ക് ചോക്ലേറ്റ് ഐസ്ക്രീം കഴിച്ചേ പറ്റൂ. ഇരിക്കട്ടെ. ഉണ്ണിക്കുട്ടൻ 20 രൂപയുടെ ചോക്ലേറ്റ് ഐസ്ക്രീമാണ്. ഒട്ടും ഇഷ്ടം, വളരെ നീരസത്തോടു കൂടി. കാരണം 25 രൂപയുടെ വിറ്റ് പോയാൽ 5 രൂപയും കൂടി കൂടുതൽ കിട്ടുമെന്ന ചിന്താഗതിയോടുകൂടി ഒട്ടൊന്ന് നീരസത്തോട് കൂടിയിട്ട് അവിടെയുള്ള ലേഡി 20 രൂപയുടെ ചോക്ലേറ്റ് ഫ്ലേവർ ഉണ്ണിക്കുട്ടന് നൽകുകയാണ്. അത് കഴിഞ്ഞ് അവർ മറ്റ് കസ്റ്റമേഴ്സിന്റെ അടുത്ത് പോയി. ഉണ്ണിക്കുട്ടൻ വളരെ സന്തോഷത്തോടു കൂടി 20 രൂപയുടെ ചോക്ലേറ്റ് എടുത്ത് കഴിക്കും. എന്നിട്ട് തിരിച്ച് ഉണ്ണിക്കുട്ടൻ പോയി കഴിഞ്ഞപ്പോ ഉണ്ണിക്കുട്ടന്റെ ടേബിളിലേക്ക് ഈ ലേഡി ഓടി എത്തുകയാണ്. അവിടെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എത്തുന്നത്. അവര് വല്ലാത്ത അത്ഭുതത്തോട് നോക്കിക്കണ്ട ഒരു കാര്യമാണ് ആ ടേബിൾ ഉണ്ടായിരുന്നത്. തന്റെ കയ്യിൽ 25 രൂപ ഉണ്ടായിട്ടും 25 രൂപ അവിടെ കൊടുത്ത് വലിയ ചോക്ലേറ്റ് ഐസ്ക്രീം വാങ്ങാതെ 20 രൂപയുടെ കഴിച്ച് ആ 5 രൂപ ഉണ്ണിക്കുട്ടൻ ആ പ്ലേറ്റിൽ ടിപ്പായി അവർക്ക് വെച്ചുകൊണ്ടാണ് മടങ്ങിപ്പോയത്. ഇത് അവരെ വല്ലാതെ അത്ഭുതപ്പെടുത്തി. കാരണം ആ സമയത്ത് അവർ പോലും ചിന്തിച്ചത് ഇങ്ങനെയാണ്, തൊട്ടു മുന്നേ ഈ കടയിൽ വന്ന കൈ നീട്ടിയ ഒരു സ്ത്രീയോട് ഞാൻ പറഞ്ഞത് എന്റെ കയ്യിൽ ഒന്നുമില്ല, കാരണം എന്റെ കയ്യിൽ ആകെ ഉണ്ടായിരുന്നത് 20 രൂപയാണ്. ഈ 20 രൂപ എനിക്ക് യാത്രയ്ക്ക് ആവശ്യമാണ്. പിന്നെ എങ്ങനെയാണ് ഞാൻ അവർക്ക് 20 രൂപ വീട്ടിലേക്ക് എത്തണ്ടേ? പക്ഷെ അവർക്ക് വേണമെങ്കിൽ, അപ്പൊ ആ ലേഡി ചിന്തിച്ചത് എങ്ങനെ, എനിക്ക് ഒരു ബസ് സ്റ്റോപ്പ് കുറച്ചങ്ങോട്ട് നടന്ന്, എനിക്ക് അത്ര നല്ല ആരോഗ്യം വന്നു ഒന്നങ്ങ് നടന്നാൽ ഇത് 20 രൂപ എന്നുള്ളത് 18 രൂപയാവും. അപ്പൊ ഈ 2 രൂപ എനിക്ക് അവിടെ കൊടുക്കാമായിരുന്നു. ഉണ്ണിക്കുട്ടൻ ചെയ്തത് ശരിക്കും പറഞ്ഞാൽ അതല്ലേ, തന്റെ ഇഷ്ടം മാറ്റി വെച്ചിട്ട്, എന്നാൽ ഇഷ്ടം മാറ്റി വെച്ചോ എന്ന് ചോദിച്ചാൽ ഇല്ല, ആ ഇഷ്ടത്തിന്റെ അളവൊന്ന് കുറച്ച് അതിൽ നിന്നും ഒരാൾക്ക് കൂടി പകുത്ത് നൽകിയിട്ടാണ് ഉണ്ണിക്കുട്ടൻ തന്റെ ആഗ്രഹം സഫലമാക്കിയിട്ട് ഓടി മറഞ്ഞത്. ഇത് അവരെ ചെയ്യിപ്പിച്ച കഥയാണ്. ഇത് ദേവകി സ്വന്തം കുഞ്ഞായ ഉണ്ണിക്കുട്ടന് പറഞ്ഞു കൊടുത്തപ്പോൾ ഉണ്ണിക്കുട്ടൻ വല്ലാത്തൊരു അത്ഭുതത്തോടു കൂടിയിട്ടാണ് ഇത് കേട്ടിരുന്നത്. അപ്പൊ ഉണ്ണിക്കുട്ടൻ
ദേവികയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അപ്പൊ ഉണ്ണിക്കുട്ടൻ മിടുക്കനാണല്ലോ അമ്മേ. ദേവികി അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് വാഷിംഗ് മെഷീനിന്റെ വർക്ക് കഴിഞ്ഞ ഒരു സൈറൺ അവിടെ മുഴങ്ങിയത്. ഡ്രൈ ആവാൻ ഇട്ട അലക്കാനിട്ട വസ്ത്രങ്ങളെല്ലാം ഡ്രൈ ആയി കഴിഞ്ഞിട്ടുള്ള ഒരു കൊച്ചു ഇൻഡിക്കേറ്റർ ആണ് ആ ഒരു സൗണ്ട് പോലെ വാഷിംഗ് മെഷീനിൽ നിന്ന് വന്നത്. ദേവകിയും ഉണ്ണിക്കുട്ടനും വേഗം വാഷിംഗ് മെഷീനിലേക്ക് ഓടിച്ചെന്ന് എല്ലാം വിരിച്ചിടുകയാണ്. അപ്പൊ ഉണ്ണിക്കുട്ടന് കുളിക്കാൻ സമയമായി. അപ്പൊ ഉണ്ണിക്കുട്ടൻ ചോദിക്കും, എനിക്ക് തോർത്ത് വേണം, അതായത് എനിക്ക് എന്തായാലും എനിക്ക് കുളിക്കാൻ പോകാൻ സമയമായി. അപ്പൊ ദേവകി ഓടിച്ചെന്ന് നോക്കിയപ്പോൾ അത് ഡ്രയറിൽ ഇട്ടിട്ട് പോലും വല്ലാതെ നനഞ്ഞു കിടക്കും. ഇത് വല്ലാതെ വിഷമം. അപ്പൊ ഉണ്ണിക്കുട്ടൻ അത് കാണുമ്പോൾ ഭയങ്കര വിഷമം തോന്നും. എനിക്ക് ഡ്രൈ ആയാലും എനിക്ക് നല്ല ഉണങ്ങിയ തോർത്താണ് വേണ്ടത്, എനിക്ക് അങ്ങനത്തെ ഒരു ഇതാണ് വേണ്ടത്. ഇത് പറയുമ്പോൾ ഉണ്ണിക്കുട്ടനോട് അമ്മ പറയുന്നത്, ഓ ഈ നശിച്ച മഴ കാരണമാണ് ഇത് ഉണങ്ങി കിട്ടാത്തത് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ദേവകിക്ക് തൊട്ട് മുന്നേ പറഞ്ഞ കഥയിൽ നിന്ന് ഉൾക്കൊണ്ട ഒരു വെളിച്ചമാണ് മനസ്സിലേക്ക് വന്നത്. ദേവകി ഉണ്ണിക്കുട്ടനെ കൂട്ടി അകത്തേക്കുള്ള മുറിയിലേക്ക് പോയി അലമാര ഒന്ന് തുറന്നു. എല്ലാ വസ്ത്രങ്ങളും ഒന്ന് പുറത്തേക്ക് എടുത്ത് വെച്ച് അടുക്കി പെറുക്കാൻ തുടങ്ങി. അപ്പോഴാണ് കണ്ടത് ഉണങ്ങിയിരിക്കുന്ന നല്ല പുതിയ അല്ലെങ്കിൽ ഉപയോഗിച്ച് ഉണക്കി വെച്ചിരിക്കുന്ന തോർത്ത് അവിടെ ഇരിപ്പുണ്ട്. ദേവകി വീണ്ടും ആലോചിച്ചു. പിന്നെ ദേവകിയുടെ ചിന്തയാണ് നമുക്ക് വെളിച്ചം പകരുന്നത്. ആദ്യം ഉണ്ണിക്കുട്ടനിലൂടെ നമ്മളൊരു കാര്യം പഠിച്ചു. രണ്ടാമത് ദേവകി ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്, ഈ മഴയെ ഞാൻ ഒരുപാട് പരാതിപ്പെട്ട് അതിന് കംപ്ലൈന്റ് വന്നു, ഇത് കാരണം എന്റെ വസ്ത്രങ്ങളൊന്നും ഉണങ്ങുന്നില്ല. ഇവിടെ ദേവകി ചിന്തിക്കുന്നത് വസ്ത്രങ്ങളിലേക്ക് വന്നപ്പോഴാണ് ഇത്രയും അധികം വസ്ത്രം ഇവിടെ അടുക്കിപ്പെറുക്കി വച്ചത് എന്ന ചിന്ത പോലും എനിക്കുണ്ടായത്. ഈ അതിൽ നിന്നും ഉണങ്ങിയ ഒരു തോർത്തെടുത്ത് ഉണ്ണിക്കുട്ടൻ നൽകി. ഉണ്ണിക്കുട്ടൻ സന്തോഷത്തോട് കൂടി കുളിക്കാൻ പോയി. ദേവകി ഓരോ വസ്ത്രവും എടുത്തു നോക്കുന്ന സമയത്താണ്, എനിക്ക് ആവശ്യത്തിലധികം, അല്ലെങ്കിൽ ഈ വീട്ടിൽ ഓരോ വ്യക്തിക്കും ആവശ്യത്തിലധികം വസ്ത്രങ്ങളുണ്ട്, പക്ഷെ എനിക്ക് അപ്പോഴും കംപ്ലൈന്റ് ആയിരുന്നു. എന്തിനെ കുറിച്ചാണ് കംപ്ലൈന്റ്? ഞാൻ ഉണക്കാനിട്ടിരിക്കുന്ന വസ്ത്രങ്ങൾ ഒന്നും തന്നെ ഉണങ്ങിയിട്ടില്ല. ഇത് എങ്ങനെയാണ് നാളെ പോകുമ്പോൾ ഞാൻ ആ സാരി ഉടുക്കുന്നത്, എന്റെ ഓഫീസിൽ പോകുമ്പോൾ എനിക്ക് ഉടുക്കാൻ മറ്റു വസ്ത്രങ്ങളില്ലെന്ന് ചിന്തിച്ചപ്പോഴാണ് തിരിച്ച് ഇവിടെ വന്ന് വീണ്ടും എനിക്ക് അവൈലബിൾ ആയിരിക്കുന്ന, അല്ലെങ്കിൽ എന്റെ വീട്ടിൽ ഞാൻ മടക്കി വെച്ചിരിക്കുന്ന വസ്ത്രങ്ങളെ കുറിച്ച് ചിന്തിച്ചത് പോലും ഒരു തോർത്തിൽ നിന്നാണ് ഇത്തരം ഒരു ചിന്തയിലേക്ക് കൊണ്ടുവന്നത്. നമ്മളെല്ലാവരും ചെയ്യുന്നത് ഇത് തന്നെയല്ലേ? ഈ മഴക്കാലത്ത് നമ്മുടെ വീടുകളിലെല്ലാം തന്നെ വാഷിംഗ് മെഷീൻ ഉണ്ട്. പക്ഷെ വാഷിംഗ് മെഷീൻ ഉണ്ടായിട്ടും നമ്മുടെ പരാതി തീരുന്നുണ്ടോ? അപ്പോഴും നമ്മൾ പറയുന്നത് ഡ്രയർ ഇട്ടിട്ടും ഇതൊക്കെ തൊട്ട് നോക്കിയിട്ടും പറയുന്നത് ഇതൊന്നും ഉണങ്ങിയിട്ടില്ല, എനിക്ക് നാളെ പോകാൻ ഞാൻ എന്ത് ചെയ്യും എന്ന പരാതിയാണ് നമുക്ക് എല്ലാവർക്കും. പക്ഷെ ആവശ്യത്തിലധികം വസ്ത്രങ്ങൾ ഇവിടെ മടക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ എന്തിനാണ് ഞാൻ മടക്കി വെച്ചിരിക്കുന്നത് എന്ന് പോലും അറിയാതെ വീണ്ടും വസ്ത്രങ്ങൾ വാങ്ങിക്കൂട്ടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമുക്ക് കടന്നു പോകുന്നത്. കാരണം വസ്ത്രങ്ങൾ ഇന്ന് വളരെ ഈസി ആയിട്ട് നമുക്ക് ലഭിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഈ വസ്ത്രങ്ങൾ ആവശ്യാനുസരണം എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളത് ഓർക്കുന്നില്ല. പലപ്പോഴും പല സമൂഹത്തിലെ പല വ്യക്തികളും അപ്പുറം ഒരു വസ്ത്രങ്ങൾ അണിയാൻ കാത്തിരിക്കുന്ന ഒരുപാട് വേദനയോട് കഴിയുന്ന കുടുംബങ്ങളുണ്ട്. പക്ഷെ ഇവിടെ ഒരു മഴയ്ക്ക് പഴി പറഞ്ഞുകൊണ്ട് അടുക്കിപ്പറിച്ചിരിക്കുന്ന വസ്ത്രങ്ങളെ കുറിച്ച് മറന്നുകൊണ്ട് ഉണക്കാനിട്ടിരിക്കുന്ന വസ്ത്രങ്ങളെ നോക്കി അപ്പോഴും നമുക്ക് എപ്പോഴും കംപ്ലൈന്റ് ആണ്, ഇതൊന്നും ഉണങ്ങി കിട്ടിയില്ല, ഇനി ഞാൻ നാളെ എന്തിടും, ഇടാൻ ഇഷ്ടം പോലെ വസ്ത്രങ്ങളുണ്ട്. ഒരു പക്ഷെ ഈ കഥയിലൂടെ അല്ലെങ്കിൽ ഈ ഒരു ഇൻസിഡന്റ് വായിച്ചറിഞ്ഞതിലൂടെ കേട്ടപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഹോസ്റ്റലിൽ നിൽക്കുന്ന എനിക്ക് പോലും ആ ചിന്ത എന്റെ മനസ്സിലേക്ക് തോന്നിയത്. ഈ ചിന്ത തോന്നിയപ്പോഴാണ് ഞാനും അടുക്കി പെറുക്കിയിരിക്കുന്ന വസ്ത്രങ്ങൾ ഓരോന്നായിട്ട് അടുക്കി പെറുക്കാൻ തുടങ്ങിയത്. അപ്പോഴാണ് ഞാൻ പോലും പരാതി പറഞ്ഞിരുന്നത്, അതായത് ഇന്ന് ഉണങ്ങിയില്ല, നാളെ കുളിച്ചാൽ എനിക്ക് ഇടാൻ വസ്ത്രങ്ങൾ വേണം, അപ്പൊ ഇത് ഉണങ്ങി കിട്ടിയില്ല എന്ത് ചെയ്യുമ്പോൾ ഈ മഴയൊന്നും മാറിയിരുന്നെങ്കിൽ എന്ന കംപ്ലൈന്റ് ആണ്. അപ്പോൾ കയ്യിലിരിക്കുന്നത് പലതും അറിയാതെ പലപ്പോഴും അതിനെക്കുറിച്ച് മറ്റൊന്നിനെ കുറിച്ച് കംപ്ലൈന്റ് പറഞ്ഞുകൊണ്ട് ഇരിക്കുന്ന സൗഭാഗ്യങ്ങളെ കുറിച്ച് തിരിച്ചറിയാതെ നമ്മൾ എത്ര ദൂരം ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും എന്നാണ് ദേവകിയുടെ ചോദ്യം. ദേവകിയുടെ തിരിച്ചറിഞ്ഞപ്പോൾ ദേവകിക്ക് മഴ ഒരു സന്തോഷം തന്നെയായിരുന്നു. വസ്ത്രങ്ങളൊക്കെ ഉറങ്ങാൻ ഇരിക്കുമ്പോൾ പോലും ദേവി ചിന്തിക്കുന്നത്, എന്റെ കയ്യിൽ ഇതിലേറെയും വസ്ത്രങ്ങളുണ്ട്, അതിലെനിക്ക് ഇടാനുള്ള ആവശ്യമായ വസ്ത്രങ്ങൾ അവിടെ തന്നെ ഇരിപ്പുണ്ട്, പിന്നെ എന്തിനാണ് ഞാൻ അലക്കിയിട്ട വസ്ത്രങ്ങളെ കുറിച്ച് ഓർക്കുന്നത്? ഇത് കേട്ടപ്പോ ഇത് സ്വന്തം ആത്മകഥ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഉണ്ണിക്കുട്ടൻ ഓടി വന്നത്. അപ്പൊ ഉണ്ണിക്കുട്ടൻ അമ്മയോട് ചോദിക്കുന്ന ചോദ്യം ഇത്ര മാത്രം, അപ്പൊ വാഷിംഗ് മെഷീൻ നമുക്ക് വലിയൊരു അനുഗ്രഹമായി അല്ലേ? ഈ വാഷിംഗ് മെഷീൻ ഉള്ളത് കൊണ്ടല്ലേ ഇപ്പോ ഇത്രയും വസ്ത്രങ്ങൾ വീട്ടിലുണ്ടെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞത്? ദേവകി ഇപ്പൊ പറയുന്നത് ഇത്ര മാത്രം.
താങ്ക് യു മൈ ഡിയർ വാഷിംഗ് മെഷീൻ. നമ്മളെല്ലാവരും ചിന്തിക്കേണ്ടതും ഇതാണ്. ഈ വാഷിംഗ് മെഷീൻ നൽകുന്ന ഒരു പക്ഷേ ഒരു പാഠം കൂടിയാണ് ഇത്. നമ്മളെല്ലാവരും വാഷിംഗ് മെഷീൻ ഉണ്ടായിട്ട് പോലും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കംപ്ലൈന്റ് എന്തെന്നൊന്ന് തിരിഞ്ഞു നോക്കും. നമുക്ക് തിരിച്ചറിയും വീട്ടിൽ എത്രയധികം വസ്ത്രങ്ങളാണ് നമ്മൾ വാങ്ങിക്കൂട്ടിയിരിക്കുന്നത്. അതെല്ലാം എന്റെ ആവശ്യത്തിന് ഉപകാരപ്രദമായിട്ടും ഞാൻ ഏത് രീതിയിലാണ് അതിന് ഉപകാരപ്പെടുത്തുന്നത് അല്ലെങ്കിൽ ഉപയോഗിക്കുന്നതെന്നും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഇത്രയും സമൃദ്ധികളെ കാണാതെ പോയിട്ടും ഞാൻ പിന്നെയും പിന്നെയും വാങ്ങിക്കൂട്ടുന്ന വസ്ത്രങ്ങളെ കുറിച്ച് ചിന്തിക്കാറുണ്ടോ? നമ്മൾ ഒരിക്കലും അത് ചിന്തിക്കാറുണ്ട്. നമ്മളെല്ലാവരും കൂട്ടി വെച്ചിരിക്കും. ഗസ്റ്റിന് വേണ്ടി ഒരു 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 അല്ലെങ്കിൽ ഒരു ടവൽ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടാവും. പക്ഷെ ചിന്തിച്ചു നോക്കുമ്പോൾ ദേവിക പോലും തിരിച്ചറിഞ്ഞു കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഒരു ഫാമിലി മാത്രമേ വീട്ടിൽ വന്ന് താമസിച്ചിട്ടുള്ളൂ. അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ ടവൽ മടക്കി വെച്ചിരിക്കുകയാണ്. എന്തിനാണ് അങ്ങനെ ഒരു മാറ്റം? അത് എന്തിനാണ് ഞാൻ അങ്ങനെ മാറ്റി വെച്ചിരിക്കുന്നത്? അവര് വരുമ്പോൾ ഉപയോഗിക്കാനായിട്ട് എനിക്ക് ഇത് അലക്കി തന്നെ കൊടുക്കുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല. വെറുതെ ആവശ്യമില്ലാതെ ഇത്തരം വസ്ത്രങ്ങൾ കൂട്ടി വെക്കുന്നതിന്റെ ആവശ്യകത ഇല്ലെന്ന് മനസ്സിലാക്കി അത് ഓരോന്നും വീണ്ടും ഉപയോഗപ്പെടുത്തി നോക്കുമ്പോൾ ആവശ്യത്തിലധികം വസ്ത്രങ്ങൾ വീട്ടിലുണ്ട്. ഒരുപക്ഷെ ഇത് നാം തിരിച്ചറിയേണ്ടതാണ്. വസ്ത്രങ്ങൾ വാങ്ങിക്കൂട്ടുമ്പോൾ നമ്മുടെ പരാതി എനിക്ക് അതില്ല ഇതില്ല എന്ന് പറഞ്ഞുകൊണ്ട്, പക്ഷെ നമ്മുടെ കയ്യിൽ ആവശ്യത്തിനുള്ള വസ്ത്രങ്ങൾ ഉണ്ട് എന്ന് ഒരിക്കൽ പോലും നമ്മൾ അത് അടുക്കി പെറുക്കി നോക്കുകയോ ആവശ്യമുള്ളത് ഉപയോഗിക്കുകയോ ആവശ്യമില്ലാത്തത് മറ്റുള്ളവർക്ക് കൊടുക്കാതെ അത് വീട്ടിൽ സൂക്ഷിച്ചു നിൽക്കുന്ന ഒരു വലിയ സമൂഹമാണ് നമ്മുടെ മുന്നിലുള്ളത്. ഇന്ന് ഉപയോഗിച്ച വസ്ത്രങ്ങൾ പോലും നമുക്ക് ആവശ്യമില്ലെങ്കിൽ അത് സ്വീകരിക്കാൻ നല്ല വൃത്തിയുള്ളതും അതിന് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ അത് സ്വീകരിക്കുന്ന ഒരുപാട് സംഘടനകൾ നമ്മുടെ മുന്നിലുണ്ട്. അവരത് സ്വീകരിക്കുകയും അത് ആവശ്യമുള്ള പല വ്യക്തികൾക്ക് നൽകുകയും ചെയ്യും. അതിനെക്കുറിച്ചും നമുക്ക് ചിന്തിക്കാം. ഈ വസ്ത്രങ്ങളുടെ ഒരു കൂട്ടിയിരിപ്പ് എത്രയാണെന്ന് ചിന്തിക്കേണ്ട സമയമായിരിക്കും. നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ വീട്ടിൽ അടുക്കി പറക്കി വെച്ചിരിക്കുന്ന നാളത്തേക്ക് ധരിക്കാമെന്ന് വെച്ച് എന്നത്തേക്കാണെന്ന് വെച്ചാൽ നമുക്ക് ഒരു ഐഡിയ ഇല്ല. അത്രയധികം വസ്ത്രങ്ങൾ നമ്മുടെ വീട്ടിലുണ്ടാകും. അതിൽ നമുക്ക് ആവശ്യമില്ലെങ്കിൽ അതിന് ഒരു കേടുപാടുകൾ പറ്റിയിട്ടില്ലെങ്കിൽ അത് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് നൽകുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് ഉപയോഗിക്കുക, വീണ്ടും വീണ്ടും ഉപയോഗിക്കുക. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള സമൃദ്ധികളെ കുറിച്ച് നമുക്ക് തിരിച്ചറിയാനാവും. എന്തായാലും ദേവികയുടെ വാഷിംഗ് മെഷീൻ എനിക്ക് ഏറെ ഉപകാരപ്പെട്ടു എന്ന് ഈ ഒരു മഴക്കാലത്ത് ഞാൻ തിരിച്ചറിഞ്ഞു. എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇത് ഷെയർ ചെയ്തുകൂടാ എന്ന ചിന്തയിൽ നിന്നാണ് ഇങ്ങനെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് വാഷിംഗ് മെഷീനിലേക്ക് ഈ ഒരു ടോപ്പിക്കിലേക്ക് ഞാൻ എത്തിയത്. എന്തായാലും വാഷിംഗ് മെഷീൻ നൽകിയ പാഠവും ഉണ്ണിക്കുട്ടന്റെ കഥയിലുള്ള പാഠവും ചിന്തിക്കേണ്ടതാണ്. നമുക്ക് ഉള്ളപ്പോഴല്ല മറ്റുള്ളവർക്ക് നൽകുന്നത്. നമ്മുടെ കയ്യിൽ ഉള്ളതിൽ നിന്നും നമ്മുടെ ആവശ്യങ്ങളും പൂർത്തീകരിച്ച് നമുക്ക് നൽകാനായവയെല്ലാം നമ്മുടെ കൈകളിലുണ്ട്. ആ ഐസ്ക്രീം പാർലറിലെ ലേഡി തിരിച്ചറിഞ്ഞതുപോലെ എനിക്കൊരു സ്റ്റെപ്പ് അപ്പുറത്തേക്ക് നടന്നു പോയാലും 20 രൂപ എന്നുള്ളത് 18 രൂപയാക്കിയാലും 2 രൂപ എനിക്ക് അവർക്ക് കൊടുത്തുകൊണ്ട് എനിക്കത് നൽകാമായിരുന്നു. ഉണ്ണിക്കുട്ടൻ ഐസ്ക്രീമിലൂടെ പഠിപ്പിച്ചു തന്നത് അതാണ്. എനിക്ക് വസ്ത്രങ്ങളില്ല, ഈ മഴയാണ് പ്രശ്നം എന്ന് പറഞ്ഞ് കംപ്ലൈന്റ് നൽകുന്നതിന് പകരം എനിക്ക് ആവശ്യത്തിൽ കൂടുതലുണ്ട് എന്ന് തിരിച്ചറിയാൻ എനിക്ക് വാഷിംഗ് മെഷീൻ സാധിച്ചു എന്ന് ദേവികയും ചിന്തിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ്. ഞാൻ കംപ്ലൈന്റ് പറയുന്നുണ്ടെങ്കിൽ അത് ഈ കംപ്ലൈന്റിന് പിന്നിൽ എനിക്ക് അത് തിരിച്ചറിവായി ആവാനുള്ള സമയമായിരിക്കുന്നു. എന്റെ സമൃദ്ധികളെ കുറിച്ച് എനിക്ക് അറിയാൻ വേണ്ടി പ്രകൃതി ഒരുക്കിയ ഒരു സംഭവമാണിത്. ഒരു പക്ഷെ ആ വാഷിംഗ് മെഷീന്റെ പരാതി ദേവകി അതോടുകൂടി പൂർത്തീകരിച്ചു. തന്റെ സമൃദ്ധികളെ കുറിച്ച് വാഷിംഗ് മെഷീനിലൂടെ ദേവകി തിരിച്ചറിഞ്ഞു. നിങ്ങളുടെ വീടുകളിലും വാഷിംഗ് മെഷീൻ ഉണ്ടായിട്ടും നിങ്ങൾക്ക് പരാതി തീരുന്നില്ലെങ്കിൽ സമൃദ്ധിയെ കുറിച്ച് തിരിച്ചറിയേണ്ട സമയമായി. ഒന്ന് തിരിഞ്ഞു നോക്കൂ. ആ പരാതിക്ക് പിന്നിൽ സ്വന്തം സമൃദ്ധിയെ തിരിച്ചറിയാനുള്ള ഒരു അവസരമായി കണ്ട് നമുക്കെല്ലാവർക്കും ഈ വാഷിംഗ് മെഷീനും ഐസ്ക്രീം നൽകിയ പാഠം ഇന്നത്തെ ദിവസത്തിന് കൂടുതൽ അനുഗ്രഹമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഐ ബ്ലെസ് യു ഓൾ, ഐ താങ്ക് യു ഓൾ ആൻഡ് ഐ ലവ് യു ഓൾ. ഗുഡ് ഡേ. ഓക്കെ, താങ്ക് യു പ്രവീണ മാം, താങ്ക് യു സോ മച്ച്. അപ്പം എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടായിരിക്കും ഗ്രാറ്റിറ്റ്യൂഡും അതുപോലെ തന്നെ വാഷിംഗ് മെഷീനും കൂടെ ലിങ്ക് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്താന്നുള്ളത് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടായിരിക്കും. സോ നിങ്ങളുടെ എക്സ്പീരിയൻസിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ഫീഡ്ബാക്ക് പറയാം. അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ ഫീഡ്ബാക്ക് പറയാം. ഓക്കെ, അപ്പൊ ആരാ ഫസ്റ്റ് ഫീഡ്ബാക്ക് പറയാൻ വരുന്നേ? ഞാൻ പറയാം. ഓക്കെ. ഹായ് പ്രവീണ മാം. ഗുഡ് മോർണിംഗ്. നല്ലൊരു ടോപ്പിക് ആട്ടാ, നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ.
സത്യം പറഞ്ഞ വാഷിംഗ് മെഷീൻ വീട്ടിലുണ്ടെങ്കിലും മഴക്കാലം കഴിഞ്ഞു പോണത് നമ്മൾ അറിയണില്ല. കാരണം ഈറനുള്ള ഡ്രസ്സ് ഇടണില്ല എന്നുള്ളതാണ്. കാരണം വാഷിംഗ് മെഷീനിൽ ഡ്രയറിലിട്ട് ഉണക്കി അതൊന്ന് ഫാനിന്റെ കാറ്റും കൂടി കൊണ്ടുകഴിഞ്ഞാൽ ഉണങ്ങി. നമ്മൾ ആ ഒരു എന്താ പറയാ, ആ ഒരു സമയത്ത് നമ്മൾ എപ്പോഴും ദൈവത്തിനോട് നന്ദി പറയണം. ആ ഒരു എന്താണ് സാധനം നമ്മളെ വീട്ടിൽ വാങ്ങിക്കാൻ കഴിഞ്ഞതിനും അതിന്റെ ഒരു ഉപകാരം നമുക്ക് ഈ ജോലിക്കൊക്കെ പോണവർക്ക് ഏറ്റവും ഇതാണ്. കാരണം തുണി കഴുകാൻ നേരമില്ല. അപ്പൊ വാഷിംഗ് മെഷീനിൽ ഇടുക, നമ്മളെ പണി എടുക്കുക, അതവിടെ കിടന്ന് ചെയ്തോളും. ആ ഡ്രയറിൽ ഇട്ടത് എടുത്തിട്ട് ഒന്ന് എവിടെയെങ്കിലും ഒന്ന് വിരിച്ചിട്ട് ഒരു ഫാനും വെച്ചാ അവിടെ നിന്ന് അത് ഉണങ്ങി കിട്ടുന്നുണ്ട്. എങ്കിൽ കൂടി നമ്മള് ചിലപ്പോ ദേഷ്യം പിടിക്കാറുണ്ട്. വീട്ടിലെന്താ സമയമില്ലേ മക്കൾക്ക്. അത് ഒന്ന് വെള്ളം ഒഴിച്ച് കഴുകി ആ വെള്ളം കളഞ്ഞ് അത് വീണ്ടും വെള്ളം ഒഴിച്ച് അടിച്ച് വീണ്ടും അതിന്റെ വെള്ളം കളഞ്ഞ് അതൊന്ന് ഡ്രയറിലേക്ക് എടുത്ത് ഇടാൻ സമയമില്ല. അതിന് വരെ ചില സമയത്ത് ദേഷ്യം പിടിക്കും. ഈ വാഷിംഗ് മെഷീൻ ഉണ്ടായിട്ട് വരെ നിങ്ങൾക്ക് തിരുമ്പാൻ നേരമില്ല പറയും, തുണി കഴുകാൻ നേരമില്ല. അപ്പോഴും ഇതിലും നല്ലത് കല്ലെന്നെയായിരുന്നു, എന്നാ അതിന് നമ്മൾ സമയം കണ്ടെത്തിയിരുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്റെ മക്കളെ ചീത്ത പറയാറുണ്ട് എന്നും. അപ്പൊ വാഷിംഗ് മെഷീൻ നല്ലൊരു ഉപകാരമുള്ള സാധനം തന്നെയാണ്. അത് നല്ല രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് സമയം ഒരുപാട് ലാഭിക്കാൻ പറ്റും. ഇതൊക്കെ പക്ഷെ അറിയണവർക്ക് അറിയാം, അല്ലാത്തവർക്കും അറിയാനും പറ്റില്ല. എന്തായാലും നല്ലൊരു ക്ലാസ് ആയിരുന്നു, നല്ല ടോപ്പിക് ആയിരുന്നു. എന്തായാലും ഇങ്ങനത്തെ വിഷയങ്ങൾ കൂടുതൽ കേൾക്കുക മാമിന്റെ കയ്യിൽ നിന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ കണ്ണും തുറപ്പിക്കുന്നുണ്ട് ഇങ്ങനത്തെ വിഷയം എടുക്കുമ്പോ. എനിവേ നല്ല ക്ലാസ് ആയിരുന്നു. ഓക്കെ, താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്, താങ്ക് യു. വെൽക്കം സിന്ധു മാം. സിന്ധു മാം പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചു. വാഷിംഗ് മെഷീൻ ഉണ്ടായിട്ട് നമുക്ക് പരാതികൾ തീരുന്നില്ല. ഇതാണ് ഞാൻ ഈ ടോപ്പിക്കിൽ ഉദ്ദേശിച്ചത് മാത്രം. വാഷിംഗ് മെഷീൻ എന്ത് ചെയ്യുന്നു എന്നതിനപ്പുറം അത് എന്ത് ആവശ്യത്തിനാണോ നമ്മൾ വാങ്ങിയത് എന്നിട്ട് പോലും പരാതികൾ തീരുന്നില്ല. ഇനി അതൊക്കെ ഉണ്ടായിട്ടും ഇനി നമ്മുടെ കയ്യിലുണ്ടായിരുന്ന വസ്ത്രങ്ങളെ കുറിച്ച് പോലും നമ്മൾ ചിന്തിക്കുന്നില്ല. ഇത് ഉണങ്ങി കിട്ടിയില്ല എന്ന പരാതി മാത്രമേ ഉള്ളൂ. അത് കാരണം മഴയെ പോലും നമ്മൾ പഴിക്കുകയാണ്. എന്തിനും ഏതിനും നമ്മളെല്ലാവരും കംപ്ലൈന്റ് പറഞ്ഞ് ശീലിച്ചു എന്നുള്ളതാണ് നമ്മുടെയൊക്കെ പ്രധാന പ്രശ്നം. അപ്പൊ നമ്മൾ കംപ്ലൈന്റ് പറയുന്നുണ്ടെങ്കിൽ ആ കംപ്ലൈന്റ് പറയാനുള്ള ഒരു കാരണത്തിന് പിന്നിൽ നമ്മുടെ സമൃദ്ധി അവിടെ ഉണ്ട് എന്ന് തിരിച്ചറിയാനുള്ള ഒരു അവസരമാക്കി കാണുക എന്നതുകൂടി ഈ ടോപ്പിക്കിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് വാഷിംഗ് മെഷീൻ ഉണ്ടായിട്ട് എന്റെ വസ്ത്രങ്ങളൊന്നും ഉണങ്ങുന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ ഉണങ്ങിയ വസ്ത്രങ്ങൾ അവിടെ ഇരിപ്പുണ്ട്, അതൊന്നും ഉപയോഗിക്കാതെ ഇപ്പോഴും അലമാരിക്കകത്ത് മറ്റെപ്പോഴൊക്കെയോ എടുക്കാം എന്ന് പറഞ്ഞ് വർഷങ്ങളായിട്ട് മടക്കി വെച്ചിരിക്കുന്ന ആ സമൃദ്ധിയെ കുറിച്ച് കാണാതെ പോകുന്നു എന്നുള്ളതാണ്. അപ്പൊ ഒരു കംപ്ലൈന്റിനെ കുറിച്ച് പറയുമ്പോൾ ഓർക്കുക, ആ കംപ്ലൈന്റിന് പിന്നിൽ നമുക്ക് സമൃദ്ധി എവിടെയുണ്ട്, ആ സമൃദ്ധിയെ കാണാനാണ് നമ്മളിപ്പോ കംപ്ലൈന്റിനെ കുറിച്ച് പറയുന്നത്. അതുകൊണ്ട് നമ്മളെ കുറ്റപ്പെടുത്തേണ്ട, കംപ്ലൈന്റ് പറയുമ്പോൾ there is something I have to think എന്ന് മാത്രം ചിന്തിക്കുക. അതിലേക്ക് ശ്രദ്ധ കൊടുക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക് കടന്നു വരും. താങ്ക് യു സിന്ധു മാം. ഇത് ഒരിക്കൽ കൂടി ഒന്ന് വ്യക്തമാക്കാൻ ഒരു അവസരം നൽകുന്നു. താങ്ക് യു സിന്ധു മാം, താങ്ക് യു സോ മച്ച്. അടുത്തതാരാ? ഇനി ആർക്കും പറയാനില്ലേ? ഹലോ, ഗുഡ് മോർണിംഗ്. ഓക്കെ, ഗുഡ് മോർണിംഗ് സർ. വളരെ രസകരമായിട്ടുള്ള ഒരു ടോപ്പിക്. പിന്നെ മാം പറഞ്ഞ പോലെ ഗ്രാറ്റിറ്റ്യൂഡ്, വാഷിംഗ് മെഷീൻ്റെ പറഞ്ഞപ്പോ വേറൊരു കാര്യം ഓർക്കുന്നത്, പണത്തിന്റെ ഒരു കാര്യം ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാണ്. നമ്മൾ പറയും പിന്നെ നമ്മളെ കയ്യിൽ ഒരു 5000 രൂപ അല്ലെങ്കിൽ ഒരു 10000 രൂപ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സാലറി വന്നു കഴിഞ്ഞാൽ നമുക്ക് പല ചെലവിലും ഈ പണം എൻ്റെ കയ്യിൽ വരാൻ കാത്തിരിക്കുമായിരുന്നു. ഒരു ഹോസ്പിറ്റൽ കേസ് വന്നു, അല്ലെ വണ്ടി കേടായി, അപ്പോഴേക്കും പണം ചെലവായി പോയി. നേരെ മറിച്ച് ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി നമ്മൾ ചിന്തിക്കുന്നില്ല. ആ സമയത്ത് എൻ്റെ കയ്യിൽ ആ പൈസ ഉണ്ടായിരുന്നല്ലോ, ആ 10000 രൂപ എൻ്റെ കയ്യിൽ ഉള്ള സമയത്താണല്ലോ വണ്ടി കേടായത്, അല്ലെങ്കിൽ ഈ അസുഖങ്ങൾ വന്നപ്പോ ആ പണം ചെലവാക്കാൻ നമുക്ക് പറ്റിയത്. അതില്ലായിരുന്നെങ്കിൽ ഞാനിപ്പോ മറ്റൊരാളോട് കടം വാങ്ങേണ്ടി വരുമായിരുന്നല്ലോ എന്ന് ചിന്തിക്കൂല. ഈ പണം വരാൻ കാത്തിരിക്കുകയായിരുന്നു, ദൈവം നമുക്ക് അത് ചെലവാക്കാനുള്ള അവസരം തന്നു. നേരെ നെഗറ്റീവായിട്ടാണ് നമ്മൾ ചിന്തിക്കുന്നത്, നമ്മളത് പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നില്ല എന്നുകൂടി ഈ കഥയിലൂടെ നമുക്ക് വേറെ തലത്തിൽ ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. താങ്ക് യു.
താങ്ക് യു നൗഫൽ. ഒരു പക്ഷെ ഗ്രാറ്റിറ്റ്യൂഡിനെ ഓർമ്മിപ്പിക്കുന്ന ഒരു ഇൻസിഡന്റ് ആണ് നൗഫൽ പറഞ്ഞത്. ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ കൂടി പെട്ടെന്ന് ഓർത്തത്. ഞാൻ ഒരു ലോണിലേക്ക് ഒരു ചെറിയ എമൗണ്ട് മാറ്റി വെച്ചു. ആ സമയത്താണ് പെട്ടെന്ന് ഒരു പനിയും ഒക്കെ വന്ന സമയത്ത് അപ്പൊ കുറച്ച് പൈസ, അപ്പൊ ഹോസ്പിറ്റലിൽ കുറച്ച് ബ്ലഡ് ടെസ്റ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നു. അപ്പൊ ആ ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഏകദേശം ഈ പൈസ എടുത്തിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇപ്പൊ നൗഫൽ പറഞ്ഞതുപോലെ ആ സമയത്ത് പരാതിയാണ്, അയ്യോ ഇത് മറ്റൊരു ആവശ്യത്തിന് വെച്ചതാണ്, അതിപ്പോ ഈ ഒരു കാര്യത്തിന് ഞാൻ ചെലവാക്കേണ്ടി വന്നു, അത് ഞാൻ എങ്ങോട്ട് പോകും എന്നാണ് അപ്പോഴും ഞാൻ പോലും ചിന്തിച്ചത്. പകരം ഈ സമയത്ത് തൽക്കാലം ഇത് നടക്കട്ടെ എന്ന് ഞാൻ ചിന്തിക്കുകയല്ല. കാരണം ഇത് ആ സമയത്ത് വന്നതുകൊണ്ട് എനിക്ക് ഈ പൈസ എടുത്ത് കാര്യങ്ങൾ നടത്താൻ പറ്റും, ആരോഗ്യമാണ് വലുത് എന്ന് ചിന്തിക്കാതെ അതിന്റെ തൊട്ട് മുന്നത്തെ കാര്യം, അതിന് വെച്ച പണമാണല്ലോ ഞാൻ ചെലവാക്കുന്നത് എന്നൊരു ചിന്തയിലേക്ക് ഞാൻ പോലും പോയി എന്നുള്ളത് സത്യമാണ്. ഇത് പറഞ്ഞപ്പോ ഞാൻ നൗഫൽ ഇത് പറഞ്ഞു പെട്ടെന്ന് അതാണ് ഓർത്തത്. പക്ഷെ പിന്നീട് ആലോചിച്ചപ്പോ കാര്യങ്ങൾ ആ സമയത്ത് നടന്നുവല്ലോ എന്ന് ചിന്തിക്കാൻ പലപ്പോഴും നമുക്ക് സാധിക്കുന്നത്. അത് നമ്മുടെ കുറ്റമല്ല, നമ്മൾ ശീലിച്ച പോയതിന്റെ കുറ്റമാണ്. പക്ഷെ അറ്റ് ദ മൊമെന്റ് അത് തിരിച്ചറിയുമ്പോൾ അതിന് താങ്ക് യു പറഞ്ഞുകൊണ്ട് ഈ സമയത്ത് എനിക്ക് ആവശ്യമായ സമൃദ്ധി നൽകിയല്ലോ എന്ന് ചിന്തിക്കാൻ ഇടയാകട്ടെ എന്ന് കൂടി പ്രാർത്ഥിക്കുകയാണ്. താങ്ക് യു നൗഫൽ, താങ്ക് യു സോ മച്ച്. താങ്ക് യു നൗഫൽ സർ, താങ്ക് യു സോ മച്ച്. ഓക്കെ, നെക്സ്റ്റ് ആൾ പറഞ്ഞോളൂ. മണി സർ. മാജിക് മോർണിംഗ് മാം. നല്ലൊരു നോവൽ എക്സാമ്പിൾ ആണ് പറഞ്ഞത്. നല്ലൊരു ടച്ചിങ് സ്റ്റോറി മാതിരിയായിരുന്നു അത്. 5 രൂപ ടിപ്പ് കൊടുക്കുന്ന കാര്യം ഉണ്ടല്ലോ, അതൊരു ടച്ചിങ് സ്റ്റോറി മാതിരി തന്നെ. അപ്പൊ നമ്മളെ സമൃദ്ധികളെ തിരിച്ചറിയാനും അത് കറക്റ്റായിട്ട് ഉപയോഗപ്പെടുത്താനും അതിലുപരി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പരാതി പറയാതെ മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്പെടുത്തുന്ന രീതിയിൽ നമ്മൾ കൊടുക്കാനുള്ള ഒരു മനസ്സ് ക്രിയേറ്റ് ചെയ്യുന്നതിന് ഇത് ഉപകാരപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ആവശ്യത്തിലധികങ്ങൾ കാര്യങ്ങൾ നമ്മളെ കയ്യിൽ ഉണ്ടായിട്ടും വീണ്ടും നമ്മൾ പരാതി പറയാ. അപ്പൊ അതൊന്നും പരാതി പറയാതെ മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്പെടുത്തുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഉപകാരം ചെയ്യാന്നുള്ളതാണ് ഇതിൽ മനസ്സിലാക്കിയത്. അപ്പൊ ഇന്ന് ഇതില് വേറൊരു കാര്യം കൂടിയാണ് ഓർമ്മ വന്നത്. അതായത് നമ്മളെ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാല് വല്ലാത്ത ഒരു പ്രക്രിയയാണ്. അത് ഒരു വാഷിംഗ് മെഷീൻ പോലെ തന്നെയാണെന്ന് ഞാൻ പറയാം. നമ്മുടെ ശരീരത്തിലും മനസ്സിലും ഉള്ള മാലിന്യങ്ങളെ, അത് നെഗറ്റിവിറ്റീനെ പുറന്തള്ളാൻ ഈ ഗ്രാറ്റിവിറ്റി സഹായിക്കും എന്നാണ് പറയാം. അപ്പൊ ഗ്രാറ്റിവിറ്റി ശരിക്കും പറഞ്ഞാൽ ഒരു വാക്സിനും ആന്റിസെപ്റ്റിക്കും ഒക്കെ ആണെന്നുള്ള രീതിയിലാണ് ബുക്കുകളിലൊക്കെ എഴുതിയിട്ടുണ്ടാകുക. അപ്പൊ നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ ശരീരത്തിലും മനസ്സിലുമുള്ള മാലിന്യങ്ങളെ, നെഗറ്റിവിറ്റി ഒക്കെ പുറന്തള്ളുന്ന ഒരു വാഷിംഗ് മെഷീൻ തന്നെയാണ് ഈ നമ്മളെ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഏതായാലും താങ്ക് യു. നല്ലൊരു ആശയം കൊണ്ടുവന്നതിന് താങ്ക് യു വെരി മച്ച്. നല്ല ക്ലാസ് ആയിരുന്നു മാം. താങ്ക് യു മണി സാർ. ഇപ്പൊ മണി സാർ പറഞ്ഞു ഇതൊരു വാക്സിൻ തന്നെ. ശരിക്കും ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ തിരിച്ചറിയുമ്പോൾ, അതിന്റെ ശക്തി കിട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന സമാധാനമാണ് വലുത്. അത് തിരിച്ചറിയുമ്പോൾ ഇതെനിക്ക് സാധിച്ചുവല്ലോ, ഇനി നോക്കാം, വഴിയുണ്ടോ നോക്കാം, വരുമായിരിക്കും, ഇപ്പോ എനിക്കിത് സാധിച്ചു, താങ്ക് യു എന്ന് പറയാൻ കഴിയുമ്പോൾ കിട്ടുന്ന ഒരു ഫീലിംഗ്, നമ്മുടെ ബോഡിക്ക് കൊടുക്കുന്ന ഒരു ഫീലിംഗ് വളരെ വലുതാണ്. എന്താണെങ്കിലും അതെന്തായാലും നല്ലൊരു മെഡിസിൻ ആണ്. മനുഷ്യൻ പറഞ്ഞതുപോലെ നമ്മളെന്തായാലും ശീലിക്കുന്നവരുമാണ്. എന്നാലും നമ്മൾ എവിടെയെങ്കിലും ഒക്കെ പിന്നീട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിൽ തിരിച്ചറിവ് കൂടി ഈ ക്ലാസ്സിലൂടെ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു മണി സർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു മണി സർ, താങ്ക് യു സോ മച്ച്. കൃഷ്ണമൂർത്തി സർ. ഹലോ. യെസ്, മോർണിംഗ് പ്രവീണ മാം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. മൊബൈലിൽ ചാർജ് ഇല്ലാത്ത കാരണം മൊബൈൽ ഒരു സൈഡിൽ വെക്കേണ്ടി വന്നു രാവിലെ. ഇന്നലെ എന്തോ ഓൺ ചെയ്ത് ശരിയായില്ലെന്ന് തോന്നാറുണ്ട്. പിന്നെ കേട്ടോണ്ടിരിക്കുകയായിരുന്നു കംപ്ലീറ്റ്, ആദ്യം മുതൽ അവസാനം വരെ. നല്ലൊരു ഒഴുക്കായിരുന്നു, വളരെ നന്നായിരുന്നു. വാഷിംഗ് മെഷീനും ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡിന്റെ വിഷയങ്ങളും വളരെ നന്നായിരുന്നു. താങ്ക് യു വെരി മച്ച്. Okay. വെൽക്കം സർ. താങ്ക് യു കൃഷ്ണമൂർത്തി സർ, താങ്ക് യു സോ മച്ച്. പ്രീത മാം ആയിരുന്നു അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നേ. യെസ്. ഓക്കെ, പറഞ്ഞോളൂ. ഗുഡ് മോർണിംഗ് പ്രവീണ മാം. ഗുഡ് മോർണിംഗ്.
വളരെ നല്ലൊരു ക്ലാസ്. ശരിക്കും ഐ ഓപ്പണിംഗ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആയി. ശരിക്കും നമ്മൾ ബി മാജിക്കിൽ വന്നതുകൊണ്ടായിരിക്കും തോന്നുന്നു. നമ്മൾ ഓരോ കാര്യങ്ങൾ മാം പറയുന്ന സമയത്ത് നമ്മൾ അത് കണക്ട് ചെയ്തിട്ട് വരുന്നുണ്ട്. കാര്യം ഇപ്പൊ ആ സ്റ്റോറിയുടെ കാര്യം പറഞ്ഞു, ഉണ്ണിക്കുട്ടന്റെ കാര്യം പറഞ്ഞു. ശരിക്കും നമ്മുടെ കയ്യിൽ ഫുള്ള് നമുക്ക് തൃപ്തിയായിട്ട് വേറൊരാളെ നമുക്ക് സഹായിക്കാൻ കഴിയില്ല, അത് ഉറപ്പാണ്. നമുക്ക് എല്ലാം നമ്മൾ പരാതി പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്ന ഒരു സമൂഹമാണ് ഇന്നത്തെ. നമുക്ക് എത്ര ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. വേറൊരു കാര്യം, ആ ഐസ്ക്രീം പാർലർ ലേഡി ആ കുട്ടിയെ അങ്ങനെ വിചാരിച്ചിട്ട് പോലും ഉണ്ടാവില്ല. എന്തായാലും അവന്റെ അടുത്ത് പൈസ ഇല്ല, നമുക്കത് ഉള്ളത് എങ്ങനെയെങ്കിലും ആയിട്ട് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടാവുള്ളൂ. പക്ഷെ നമ്മൾ ഒരു വ്യക്തിയെ നമ്മൾ മനസ്സിലാക്കുന്ന തരത്തിൽ നമ്മൾ ചിന്തിക്കുന്ന പോലെ ആയിരിക്കില്ല ആ വ്യക്തി. നമ്മള് മുന്നേ കൂട്ടിയിട്ട് തന്നെ അവർക്ക് വേണ്ടിയിട്ട് നമ്മളുടെ മനസ്സിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യും, അന്ന ആൾ ഇങ്ങനെയാണ് എന്നുള്ളത്. പക്ഷെ നമ്മൾ ചിന്തിക്കുന്നതിൽ അപ്പുറമായിരിക്കും മറ്റുള്ള ആളുകളുടെ പെരുമാറ്റം. അത് മാമിന്റെ ഈ സ്റ്റോറിയിൽ നിന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കി. അതുപോലെ തന്നെ നമ്മൾ പരാതി പറഞ്ഞുകൊണ്ടിരിക്കും. നമുക്ക് എത്രത്തോളം ഉണ്ടോ അതിന് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയാതെ നമ്മൾ ഇനിയും കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ പരാതി പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷെ നമ്മുടെ ബി മാജിക് എന്നുള്ള ഈ ഒരു കുടുംബത്തിലെ ആരും തന്നെ അങ്ങനെയുള്ള ഒരു കാര്യം ഉണ്ടാവില്ല എന്ന് ഷുവറാണ്. എന്തായാലും നമ്മുടെ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് മാം പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെ കണക്ട് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റി. താങ്ക് യു മാം, വളരെ നല്ലൊരു ക്ലാസ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു പ്രീത. പ്രീത പറഞ്ഞ ഒരു പോയിന്റ് കൂടി കൂട്ടിച്ചേർക്കുകയാണ്. കാരണം മറ്റുള്ളവരെ എങ്ങനെയാണെന്ന് പോലും നമ്മൾ ചിന്തിക്കാതെ അവിടെയും നമ്മൾ പരാതി പറയാണ്. കാരണം അവർക്ക് വേണ്ട ഒരു കാര്യങ്ങൾ ഇൻഫർമേഷൻ കൊടുക്കാൻ പോലും നിൽക്കാതെ അവരെ കയ്യിൽ പൈസ ഇല്ല എന്ന് നമ്മൾ ജഡ്ജ്മെന്റിന്റെ കൂടെ കടന്നു പോകുന്നുണ്ട് എന്ന് പോയിന്റ് ഔട്ട് ചെയ്ത് തന്നിരിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. Thank you, Prita ma'am. Thank you so much. Okay. Magic morning, ma'am. ഗുഡ് മോർണിംഗ്. നല്ലൊരു ക്ലാസ് ആയിരുന്നു. എന്താ പറയാ, എല്ലാ വട്ടവും മാം കൊണ്ടുവരുന്ന ക്ലാസ്സുകൾ നമ്മളുടെ ജീവിതത്തിന് വളരെയധികം ഉപകാരപ്പെടുന്ന രീതിയിൽ, എന്താ പറയാ, നമുക്ക് ഓർത്തു വെക്കാൻ പറ്റുന്നതും നമ്മളുടെ ജീവിതത്തിൽ ഉപകാരപ്പെടുന്നതുമായ പല കാര്യങ്ങളാണ്, സബ്ജക്റ്റാണ് കൊണ്ടുവരുന്നത്. ഈ വട്ടവും അതുപോലെ തന്നെ കൊണ്ടുവന്നു. ഒരുപാട് താങ്ക്സ്. ഗ്രാറ്റിറ്റ്യൂഡിനെ നമ്മൾ മനസ്സിലാക്കുക, അതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് നമ്മളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ നമ്മൾ പരാതി പറയുന്നത് അതോടെ അവസാനിപ്പിക്കുക എന്നുള്ളതാണ് ഈ സബ്ജക്റ്റിൽ നിന്ന് നമുക്ക് മനസ്സിലായത്. പിന്നെ നമ്മളുടെ മനസ്സിന് എപ്പോഴും നമ്മൾ എല്ലാ ദിവസവും വാഷിംഗ് മെഷീനിൽ അലക്കിയിടുന്ന തുണികളെ പോലെ തന്നെ എല്ലാ ദിവസവും കഴുകി വൃത്തിയാക്കി ശുദ്ധിയോടുകൂടി കൊണ്ടുവരികയാണെങ്കിൽ നമ്മളുടെ പരാതി പറയുന്നത് ഒഴിവാക്കാനും ഒപ്പം നമ്മളുടെ മനസ്സിനെ വളരെയധികം പ്യൂരിഫൈ ചെയ്ത് കൊണ്ടുവരാനും പറ്റും എന്നുള്ളത് ഈ ഒരു കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലായി. പിന്നെ വേറൊരു കാര്യം, ഞാനിങ്ങനെ ഈ സബ്ജക്റ്റ് കേട്ടതിന് ശേഷം എല്ലാവരുടെ ഫീഡ്ബാക്കും പറയുമായിരുന്നു. അപ്പൊ നമ്മൾ ഒരു സബ്ജക്റ്റ് പ്രവീണ മാം അവതരിപ്പിക്കുമ്പോൾ ആ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് എല്ലാ വ്യക്തികളും അവരുടേതായ ഒരു അപ്രോച്ചിലാണ് അതിനെ മനസ്സിലാക്കുന്നത്. അപ്പോൾ പലതരത്തിലുള്ള അപ്രോച്ചുകളാണ് അതായത് കിട്ടുന്നത്. പക്ഷെ സബ്ജക്റ്റ് വരുന്നത് ഒരു സബ്ജക്റ്റ് മാത്രം. അപ്പൊ അങ്ങനെയാണ് നമ്മൾ എടുക്കുന്ന, ഏത് രീതിയിലാണ് നമ്മൾ ആ കാര്യത്തെ മനസ്സിലാക്കുന്നത്, ആ രീതിയിലാണ് നമ്മൾ അതിന് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ ഒരുപാട് താങ്ക്സ്. നല്ലൊരു സബ്ജക്റ്റ്. താങ്ക് യു പ്രവീണ മാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ഇങ്ങനെ ഒരു ഫീഡ്ബാക്ക് തന്നതിൽ ഒരുപാട് സന്തോഷം. സത്യം പറഞ്ഞാൽ ഈ ഒരു കഥയും ഈ ഒരു ഇൻസിഡന്റും ഒക്കെ കേട്ടറിഞ്ഞപ്പോ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കാരണം ഞാൻ ഹോസ്റ്റലിലാണ് നിൽക്കുന്നത്. കാരണം അപ്പൊ ഈ വാഷിംഗ് മെഷീൻ ഒന്നുമില്ല. അപ്പൊ അവിടെ വിരിച്ചിടാനുള്ള സൗകര്യത്തിന് ടെറസിന്റെ മുകളിൽ ഷീറ്റ് വെച്ചിട്ട് അവിടെയാണ് തൂക്കിയിട്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ അപ്പോഴും എനിക്ക് വരാതെ ഈ മഴ കാരണം 2-3 ദിവസമായിട്ട് ഉണങ്ങുന്നില്ലല്ലോ. ഉണങ്ങുന്നുണ്ട്, പക്ഷെ വളരെ പതുക്കെയാണെന്ന് മാത്രം. അപ്പൊ അവിടെ നമുക്ക് കാത്തിരിക്കാൻ പറ്റുന്നില്ല. പിന്നെ ഓടി വന്ന് കയ്യിലുള്ള വസ്ത്രങ്ങളെ കുറിച്ച് തെരഞ്ഞു നോക്കുമ്പോഴാണ് അതവിടെ കിടന്നോട്ടെ, എനിക്ക് ഇന്ന് ധരിക്കാൻ വേറെ വസ്ത്രമുണ്ട് എന്ന് തിരിച്ചറിയുന്നതും ഈ മടക്കി വെച്ചിരിക്കുന്നത് അത് എന്തിനാണ്, ആർക്ക് വേണ്ടിയിട്ടാണ് മടക്കി വെച്ചിരിക്കുന്നത് എന്ന് തോന്നല് പോലും എനിക്കുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ തീർച്ചയായിട്ടും ഇത് ഉറപ്പിച്ചത്, ഒരു പക്ഷെ ഇത് തന്നെ ആവട്ടെ അടുത്ത ടോപ്പിക്. കാരണം പിന്നീട് ഞാനും തിരിച്ചറിഞ്ഞു ഓരോ ദിവസവും ആ ഉണക്കാനിട്ടിരിക്കുന്ന
ചില കാര്യങ്ങൾ ഇങ്ങനെയാണ്, നമ്മൾ സമയം കൊടുത്തേ മതിയാവും. അതിന് സമയം കൊടുക്കുമ്പോൾ മാത്രമേ അത് നമ്മുടെ ജീവിതത്തിൽ സമൃദ്ധിയായിട്ട് വരികയുള്ളൂ. അപ്പൊ അടക്കി വെച്ചിരിക്കുന്ന വസ്ത്രങ്ങൾ പൊടി തട്ടി അടിയിൽ നിന്നൊക്കെ ഒന്ന് പെട്ടിയിൽ നിന്നൊക്കെ എടുത്തതും ഒരു പക്ഷേ ഈ ഒരു മഴക്കാലം അതാണ് ഈ ഒരു ടോപ്പിക്കിലേക്ക് പറ്റിയത്. എന്തായാലും താങ്ക് യു സോ മച്ച് ദിവ്യ. ഒരിക്കൽ കൂടി എന്റെ സമൃദ്ധി, എനിക്ക് ആവശ്യത്തിന് വസ്ത്രങ്ങളുണ്ട്, പിന്നെ എന്തിനാണ് ഞാൻ ഉണങ്ങിയില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ സങ്കടപ്പെടുന്നത്? എനിക്ക് വാഷിംഗ് മെഷീൻ ഇല്ല എന്ന് പറഞ്ഞ് സങ്കടപ്പെടുന്നത് എന്തിനാണ്? ഇഷ്ടം പോലെ വസ്ത്രങ്ങൾ കയ്യിലുണ്ട്. ആ ഒരു സമൃദ്ധിയെ തിരിച്ചറിഞ്ഞത് പോലും ഇങ്ങനെ ഒരു കഥയിലൂടെയും ഈ ഒരു ഇതിലൂടെയാണ്. അങ്ങനെയാണ് ഇങ്ങനെ ഒരു ടോപ്പിക്കിലേക്ക് എത്തിയത്. താങ്ക് യു. അതൊരിക്കൽ കൂടി ഇവിടെ ഷെയർ ചെയ്യാൻ കഴിഞ്ഞ അവസരം ഒരുക്കിയത്. താങ്ക് യു. താങ്ക് യു ദിവ്യ മാം. ഷീല മാം ആയിരുന്നോ സംസാരിച്ചുകൊണ്ടിരുന്നത്? ഇപ്പോ ഫീഡ്ബാക്ക് പറഞ്ഞതാണോ മാം? അതെ. ദിവ്യ മാം ആയിരുന്നോ? അല്ല, ദിവ്യ മാം പറഞ്ഞു. ഞാനായിരുന്നു. അതെ, ദിവ്യ പറഞ്ഞു. അതിന് ശേഷം ഷീല മാം സംസാരിച്ചോ എന്ന് എനിക്കൊരു സംശയം. ഷീല മാം? ഓക്കെ മാം, കേൾക്കുന്നില്ലെന്ന് തോന്നുന്നു. ഇടയിൽ ആരോ സംസാരിച്ചത് പോലെ തോന്നി. അതെയോ? ഷീല മാം അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നോ? ഓക്കെ മാം കേൾക്കുന്നുണ്ടോ? ഓക്കെ. അടുത്തത് ആരാണ് ഫീഡ്ബാക്ക് പറയുന്നേ? ഇനി ആരാ പറയാനുള്ളത്? ആർക്കും ഷെയർ ചെയ്യാനില്ല? ആരുമില്ല. ഒരു കാര്യം കൂടി പറയാനുള്ളത്. ഞാൻ ഇപ്പൊ നൗഫൽ സാർ പറഞ്ഞതിനോടാട്ടോ ഞാൻ പറയുന്നത്. ഇപ്പൊ 10,000 രൂപ കയ്യിലുണ്ടായിരുന്നു. ആ വണ്ടി കേട് വന്നാൽ അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും വന്നാൽ നമ്മൾ അതെടുത്ത് ഉപയോഗിക്കും. ശരിയാണ്. നമ്മളെവിടെയൊക്കെ ഉണ്ടല്ലോ ഈ കുടുംബശ്രീ പറഞ്ഞിട്ട്, അതില് നമുക്ക് ലോൺ ഉണ്ട്, ലിങ്കേജ് ലോൺ. നമ്മൾ ലോൺ എടുക്കണം അതിന്ന്. അപ്പൊ ഇന്നലെ എന്റെ ഹെൽപ്പർ അംഗൻവാടിയില്, ഇന്നലെ അവർക്ക് 10-20 പേരുണ്ട്. അവരെല്ലാരും കൂടി ഇന്നലെ ക്യാഷ് റെഡിയാക്കിയിട്ട് അടയ്ക്കേണ്ട ദിവസമാണ്. അപ്പൊ ഹെൽപ്പർക്ക് ഒരു 7,000 രൂപ 3 ആളുടെ ക്യാഷ് അവര് വാങ്ങിച്ചിട്ട് അവർ വീട് പണിയുടെ സമയത്ത് ഉപയോഗിച്ചതാ. അപ്പൊ ഇന്നലെ എങ്ങനെ പറയാ, ദൈവമേ അങ്ങോട്ട് മരിച്ചു കിട്ടിയാ മതിയായിരുന്നു, എനിക്ക് വയ്യ, എനിക്ക് മരിച്ച ഇതെന്നെ പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചാ എന്താ, എന്റെ പൈസ ഒത്തിട്ടില്ല, 7,000 രൂപ ഒത്തിട്ടില്ല, എനിക്ക് അയൽക്കൂട്ടത്തിന് പൈസ അടയ്ക്കണം. 1-2 പ്രാവശ്യമാണ്. അപ്പൊ ഞാൻ ഒന്നും പറഞ്ഞില്ല കേട്ടാ. വീണ്ടും അവർത്തമാൻ പറഞ്ഞു, ഇതൊന്നും മിണ്ടാതിരിക്കും, എനിക്കിത് കേൾക്കുമ്പോ ദേഷ്യം വരുന്ന പറഞ്ഞു ഞാന്. അപ്പൊ എന്റെ മോത്തിക്ക് നോക്കുമ്പോ ഞാൻ പറഞ്ഞേ, ആ പൈസ ആ വീട് പണിയുടെ സമയത്ത് നിനക്ക് കിട്ടിയത് എന്ത് വലിയൊരു ഉപകാരമായിട്ടുണ്ടാവും. എന്നിട്ട് നീ എന്തിനപ്പ അത് കൊടുക്കണേന് ഇങ്ങനെ സ്വയം പ്രാവണത്? പൈസ ഇവിടുത്തെ റെഡിയാക്കി കൊടുക്കണം, അല്ലാതെ നീ എങ്ങനെ? പെട്ടെന്ന് എനിക്ക് എന്റെ മനസ്സിൽ വന്നോണ്ടൊന്ന് ഷെയർ ചെയ്താട്ടാ. ശരിയാണ്, നമുക്കൊരു ലോൺ എടുത്താലും നമ്മൾക്ക് വേറൊരാള് സഹായിച്ചാലും ആ കൊടുക്കണ നേരത്ത് നമ്മൾ കുറെ പ്രാഗിക്കേണ്ട കാര്യമുണ്ട്. നമുക്ക് ആ ഒരു സമയത്ത് നമ്മളെ കയ്യിലേക്ക് അത് കിട്ടുന്നത് ഏറ്റവും വലിയൊരു ഗ്രാറ്റിറ്റ്യൂഡ് അല്ലേ? നമ്മളെ ആവശ്യം അവിടെ നിറവേറുക എന്ന് പറഞ്ഞൊരു ഗ്രാറ്റിറ്റ്യൂഡ് അല്ലേ? അപ്പൊ അതിന് നമ്മൾ സ്വയം പഴിച്ചിട്ട് എന്താ കാര്യം? ഞാൻ എന്നിട്ട് ഇന്നലെ അവളെ ഒത്തിരി വഴക്ക് പറഞ്ഞു. എനിക്കിത് സിന്ധുമാം കട്ടായി പോയി. കേട്ടില്ലേ? ബ്രേക്ക് ആവുന്നുണ്ട്. ഓക്കെ. എന്തായാലും ബിമേജിക്കിലെ അംഗങ്ങൾ എന്തായാലും അങ്ങനെയൊന്നും ചിന്തിക്കില്ല എന്നുള്ളത് സത്യമാണ്. അതെ. ബഷീർ സർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. കേൾക്കാമോ? ഓ, കേൾക്കാം, പറഞ്ഞോളൂ. നല്ല ക്ലാസ് ആയിരുന്നു. 5 രൂപ ട്രിപ്പ് കൊടുത്തതൊക്കെ നന്നായിട്ട് മാനേജ്മെന്റ് ഒന്നോടോ കേട്ടിരിക്കണല്ല. നല്ല രസമായിട്ട്. താങ്ക് യു. പിന്നെ ഗ്രാറ്റിറ്റ്യൂഡ് എനിക്ക് ചിലപ്പോൾ അടുത്ത അനുഭവം ഈ ലിറ്ററേച്ചർ ഞാൻ എൻ്റെ ആളന്മാരെ കബോർഡ് ലിറ്ററേച്ചർ ചെയ്തപ്പോൾ കുറെ നമുക്ക് ഇഷ്ടപ്പെട്ട ചില ഷർട്ടുകളൊക്കെ ഉണ്ട്, ഇട്ടില്ലെങ്കിലും ഞാൻ പ്രാവശ്യം വിചാരിച്ച എല്ലാം ഒഴിവാക്കാണ്. എല്ലാം ഒഴിവാക്കി. ഇന്നിപ്പോ മാമിന്റെ ക്ലാസ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, എനിക്ക്
വന്ന് ഒഴിവാക്കിയതിന്റെ ഡബിൾ എനിക്ക് പല വഴിക്കും തിരിച്ചു വന്നത്. അപ്പം നമ്മൾ ഇങ്ങനെ സൊസൈറ്റിക്ക് വിട്ടുകൊടുക്കുകയാണെങ്കിൽ അതിന്റെ എല്ലാ കാര്യത്തിലും ഫൈനാൻസ് ആയാലും ഇങ്ങനെയുള്ള നമുക്ക് ഇഷ്ടപ്പെട്ട സാധനം നമുക്ക് ഇഷ്ടപ്പെട്ട സാധനം വിട്ടുകൊടുക്കണം. അല്ലാതെ കേടൊന്ന് മാറ്റി ഇനി ഉപയോഗിക്കാൻ പറ്റില്ല അങ്ങേയറ്റാൽ യൂസ് ചെയ്തിട്ട് അല്ലാത്തൊരു സാധനങ്ങളൊക്കെ നമ്മൾ വിട്ടുകൊടുക്കുമ്പോൾ യൂണിവേഴ്സ് നമുക്ക് അതിന്റെ ഡബിൾ പ്രതിഫലം മാജിക്കിലെ എല്ലാവർക്കും അറിയാം. ഗ്രാറ്റിറ്റ്യൂഡിലൊക്കെ നമ്മൾ ശരിക്ക് ഫോളോ ചെയ്യുകയാണെങ്കിൽ അഫർമേഷൻ ഒക്കെ ഫോളോ ചെയ്യുന്നത് വെരി സിമ്പിൾ ആണ് ലൈഫ്. താങ്ക് യു വെരി മച്ച് ഫോർ ദിസ്. താങ്ക് യു ബഷീർ സർ, ഷെയർ ചെയ്തതിന് ഒരുപാട് സന്തോഷം. താങ്ക് യു. ഓക്കെ, താങ്ക് യു ബഷീർ സർ, താങ്ക് യു സോ മച്ച്. ഇനി ആരാ ഫീഡ്ബാക്ക് പറയാൻ ബാലൻസ് ഉള്ളത്? ആരാണ് പറയാതെ ഇരിക്കുന്നവർ? ആരാപ്പോ? എല്ലാരും പോവാണോ? എന്തത് ആളെ അക്കൗണ്ട് കുറഞ്ഞിട്ടുണ്ടോ? ഓക്കെ, ബാക്കിയുള്ളവരൊക്കെ എന്താണ് അൺമ്യൂട്ട് ചെയ്യുന്നില്ല? നിങ്ങൾക്ക് അവിടെ ഉണ്ടോ? എന്താണ് ആരെങ്കിലും ഇനി സംസാരിക്കാനുണ്ടോ? ഇല്ല. ഓക്കെ, ആരും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യേണ്ടി വരും കേട്ടോ. അപ്പം ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് മുന്നോട്ട് വരിക. സംസാരിക്കാത്ത ഒരുപാട് പേര് ഇനിയുണ്ട്. വിൻസെന്റ് സർ, റസാഖ് സർ, ഷൈനി മാം. ഓക്കെ, ആരുമില്ല. എന്നാ ഇനി വൈൻഡപ്പ് ചെയ്യാലോ അല്ലെ പ്രവീണ മാം? ഓക്കെ. ഓക്കെ, അപ്പം ഇന്നത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയിട്ട് വന്നിട്ടുള്ള പ്രവീണ മാമിനും ഇതിൽ പങ്കെടുത്ത എല്ലാ മെമ്പേഴ്സിനും താങ്ക് യു ഓൾ. താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ. ബൈ ഓൾ. Thank you, ma'am. Thank you so much. Thank you all.